بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أشرق نور القلب علينا واختفى ظلم الجهل عنا. يا سيدنا أفضل خلقي قرة عيني أبدا صب علينا بركاتك يا خير الأنام. ഏറ്റവും ബഹുമാനാദരവനായ ഉസ്താദുമാർ, നല്ലവരായ താലീം സുഹൃത്തുക്കൾ, എന്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുഹൂർത്തത്തിൽ കരുതലാണ് മുത്തനബി എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഹബ്ബുൻ നബി വമദഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. മഹാനായ വടിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പാടിയതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരിട്ട് സ്നേഹിക്കല് ദുനിയാവിലെ ഏറ്റവും ഖൈറായ അമലിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവൻ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ഇതുപോലെ തന്നെയാണല്ലോ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നതും, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു അവന്റെ അടിമകളെ ഒന്നടങ്കം നശിപ്പിക്കൂല. വഅൻത ഫീഹിം, തങ്ങൾ അവരിലുള്ള കാലത്തോളം. അതുപോലെ അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്യുന്ന സമയത്തും അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിൽ എപ്പോഴും മുത്തറസൂലിന്റെ ഇടം വേണം. എന്നാൽ നിനക്ക് സന്മാർഗ്ഗത്തിന്റെ വെളിച്ചം കിട്ടി, പിന്നെ നിനക്ക് നേർവഴി കാട്ടാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. അതാണല്ലോ സയ്യിദുൽ മഖ്ദൂം തങ്ങൾ മുൻകൂസം ഒരിതിലൂടെ പാടിയത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി. നബി തങ്ങളെ ഏതെങ്കിലും ഒരു വീട്ടിൽ കുടിയിരുന്നാൽ, നബി തങ്ങളെ ഏതെങ്കിലും ഒരു വീട്ടിൽ കുടിയിരുന്നാൽ പിന്നെ അവിടെ വേറൊരു വിളക്കിന്റെ ആവശ്യമില്ല. വീടെന്ന് ഉദ്ദേശിച്ചതിന്റെ ഒരർത്ഥം, തങ്ങളുടെ വീടെന്ന് ഉദ്ദേശിച്ചതിന്റെ ഒരർത്ഥം ഒരു മുഅ്മിനിന്റെ ഹൃദയമാണ്. തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവന്റെ ഹൃദയത്തിൽ തങ്ങളുണ്ട്. തങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ട്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത, മഹബ്ബത്തില്ലാത്തവൻ ഈമാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരിട്ട് സ്നേഹിക്കാത്തവൻ പരിപൂർണ്ണ മുഅ്മിനല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്, നാം ഇപ്പോൾ കളിച്ച് ചിരിച്ചു നടക്കുമ്പോൾ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്, നാളെ ആഖിറത്തിൽ ആരാരുമില്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നഫ്സി നഫ്സി എന്ന് വിളിച്ചോടുന്ന സമയത്ത് നമ്മുടെ കൈപിടിക്കാൻ നീന്ന് ഇഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമാ താരങ്ങൾ ഉണ്ടാവുകയില്ല. അവിടെ നിന്റെ കൈപിടിക്കാനുണ്ടാവുന്നത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ലോക വിജയത്തിലും അതിനേറെ പരാജയ രക്ഷക്കും നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പിടിവള്ളി ഹബീബായ തങ്ങളാണ്. അവരെ മുറുകെ പിടിച്ചവരാണ്, അവരെ കരുതലായി കണ്ടവരാണ്, അവരെ സ്നേഹിച്ചവരാണ് തങ്ങളിലെത്തിയിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും. കേട്ടിട്ടില്ലേ, അമ്പേറ്റ് കണ്ണടങ്ങി താഴേക്ക് തൂങ്ങി നിന്ന ഒരു സഹാബിയുടെ ഒരു ഡോക്ടറിനോ ഒരു വൈദ്യശാസ്ത്രത്തിനോ ചികിത്സിക്കാൻ കഴിയാത്ത വിധം ഉടനടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മൂന്നേരി കൊണ്ട് തന്റെ മറാമത്ത് കൊണ്ട് ശരിപ്പെടുത്തി കൊടുത്തു. നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് സമ്പത്തിന്റെ ആവശ്യമുണ്ടോ? നീ സലാത്ത് വർദ്ധിപ്പിച്ചോ. നിനക്ക് സ്വർഗ്ഗം കരസ്ഥമാക്കണോ? നീ സലാത്ത് വർദ്ധിപ്പിച്ചോ. അല്ലെങ്കിൽ നിനക്ക് ഏതൊരു ആഗ്രഹം നിനക്ക് സാധിച്ചു കിട്ടണോ? നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിച്ചോ. സംശയിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുമെന്നതിൽ നീ സംശയിക്കേണ്ട. എന്നിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കാനും അവിടുത്തെ മദഹ് പാടാനും പറയാനും അത്തരം മജ്ലിസുകളിൽ പങ്കെടുക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.